എന്റെ 100ാമത്തെ സിനിമ. ഇനി അഥവാ 100 വരെ ഞാൻ എത്തിയാൽ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അത് ഞാനൊരു അതിശയോക്തി പറഞ്ഞതാ. എന്റെ 101ാമത്തെ സിനിമ അതിനേക്കാളും ബെറ്റർ ആവണം, അല്ലെങ്കിൽ വിമർശനം എനിക്ക് കിട്ടും. അതെ, കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. സുരേഷ് ഗോപി സാറിന്റെ മകൻ അപ്കമിങ് സൂപ്പർ സ്റ്റാർ. കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആണ്. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പകാലത്ത് ഒരിക്കലും ഒരു സിനിമാ നടനാവണമെന്നോ അങ്ങനെ അഭിനയിക്കണമെന്നോ ഒരു ആഗ്രഹം എനിക്കില്ലായിരുന്നു. നല്ല തീരുമാനം. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂലെന്ന്. ഞാൻ പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്നോട്ട് പറയായിരുന്നേണ്. കുറെ ഹെയ്റ്റ് വരുന്നത് എന്റെ അച്ഛൻ ഒരു BJP മിനിസ്റ്റർ ആയതുകൊണ്ട്. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഇപ്പൊ ആക്ഷൻ പടം എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ ഒരുപാട് നാളായിട്ട് ഒരുപാട് നല്ല ആക്ഷൻ പടങ്ങൾ ചെയ്ത് അതിന് നല്ല റിസൾട്ട് വരുന്നതും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇടം നേടിയ ഒരാളാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എനിക്ക് ഇവിടെ നിന്ന് കൂടുതൽ സിനിമയെ കുറിച്ച് പഠിക്കാനും ഓഫ്കോഴ്സ് എന്റെ മെന്റോറിന്റെ കൂടെ നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇപ്പൊ ഈ പടസിലൊന്നും പിടിച്ചിരുത്തരുത്, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോട്ടെ. ശരി, എന്റെ ഡാഡി ഇപ്പൊ എന്റെ പെർഫോമൻസ് ലൈക്കാശുരകളി കുമ്മാട്ടിക്കളി ഞാൻ തന്നെ വിലയിരുത്തിയതാണ്, മോശമായിരുന്നു. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഒരു നെപ്പോക്കിഡ് ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻട്രി കിട്ടുന്നത്. ദരിദ്രവാസി. ഈ വിളി കേട്ട് എന്റെ കാതുകൾ തടംപിച്ചിരിക്കുകയാണ്. സോറി സുഹൃത്തെ, ജീവിതത്തിൽ തന്നെ ഞാൻ ഒരു ഷോർട്ട് കട്ടിന്റെ ആളാ. ഓക്കെ, ഞാൻ കേട്ട കഥയല്ല അത്. മേക്കിംഗ് കഴിഞ്ഞ് വരുമ്പോ സിനിമയായിട്ട് വരുന്ന രൂപത്തിൽ കുമ്മാട്ടിക്കളി അത് ആ ടീമിന് അറിയാം അവരെന്താ ചെയ്തത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. കാര്യം കണ്ടു കഴിയുമ്പോ ഒരുമാതിരി പാലം വലിക്കുന്ന പണി എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. സംസാരിച്ചിരുന്നു അവരുടെ അടുത്ത്. കാര്യമില്ല, നമ്മള് പേർപ്പസ് ഉള്ള കാര്യത്തിന് നമ്മുടെ എനർജി ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ. നമ്മൾ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത ഒരു സെറ്റ് എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം അവരുടെ ജീവിതം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല.